2024 ഈ വർഷം ശക്തമായ രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് അതിർത്തി മേഖലയിൽ നടത്തിയത്. ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം അതിർത്തി മേഖലയിൽ സമാധാനം പുലരാനായി ഇന്ത്യൻ സൈന്യം അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം പല പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതിനിടയിൽ ഓരോ വർഷവും കൃത്യമായ കണക്കെടുപ്പും ഉണ്ടാകുന്നു. അതിൽ ഇത്തവണ ജമ്മു കശ്മീരിൽ ഈ വർഷം ഇതുവരെ 75ഓളം ഭീകരരെയാണ് കൊലപ്പെടുത്തിയതായി സുരക്ഷാ സൈന്യം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ ഭീകരരിൽ 60%-ലധികവും എത്തിയത് പാകിസ്ഥാനിൽ നിന്നുള്ളവരാണ്. കരസേനയുടെ പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാകുന്നത്. ഈ മേഖലയിൽ നിന്നും 4 യുവാക്കൾ മാത്രമാണ് ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത്. ഈ മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനായി പലതരത്തിലുള്ള ശ്രമങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനകൾ നടത്തുന്നത്. എന്നാൽ അതിനെ പൂർണ്ണമായും അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഓരോ 5 ദിവസം കൂടുമ്പോഴും സുരക്ഷാ സേന ഓരോ ഭീകരനെ പിടികൂടുന്നു അല്ലെങ്കിൽ വകവരുത്തുന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കേണ്ടത്. LOCയിൽ അതായത് നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലും നുഴഞ്ഞു കയറാനായി ശ്രമിച്ച 17ഓളം ഭീകരരെയാണ് വകവരുത്തിയത്. ഉൾപ്രദേശങ്ങളിലായി സൈന്യവുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ നടത്തി കൊല്ലപ്പെട്ട 26ഓളം ഭീകരരും ഉൾപ്പെടുന്നു ഇക്കൂട്ടത്തിൽ. ജമ്മു കശ്മീർ മേഖലയിലെ ജമ്മു, ഉധംപൂർ, കത്വ, ദോഡ, രജൌരി എന്നീ 5 ജില്ലകളിലായി 42ഓളം ഭീകരരെയാണ് സൈന്യത്തിന് വകവരുത്താനായി കഴിഞ്ഞത്. പകുതിയിലധികവും ഈ മേഖലയിൽ നിന്ന് തന്നെയാണ് പിടികൂടിയത്. കശ്മീർ താഴ്വരയിൽ ബരാമുള്ള, ബന്ദിപ്പോര, കുപ്വാര, കുൽഗാം ജില്ലകളിൽ വിദേശ ഭീകരരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജമ്മു കശ്മീരിലെ 9 ജില്ലകളിലാണ് വിദേശ ഭീകരരുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത്. വിദേശ ഭീകരർ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും വരുന്നത് പാകിസ്ഥാനിൽ നിന്നുള്ളവർ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബരാമുള്ള ജില്ലയിൽ തന്നെയാണ് വകവരുത്തിയിരിക്കുന്നത്. ഏകദേശം 9 ഏറ്റുമുട്ടലിലായി 14-ലധികം ഭീകരർ ഇവിടെ തന്നെ കൊല ചെയ്യപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി തന്ത്രപ്രധാനമായ ഉറി മേഖല, ഉറി സെക്ടറിലെ സബൂര നല ഏരിയ, മെയിൻ ഉറി സെക്ടർ, നിയന്ത്രണരേഖയോട് ചേർന്നുള്ള കമൽകോട്ട് ഉറി, ഉൾപ്രദേശങ്ങളായിട്ടുള്ള ചക്താപ്പർ ക്രീരി, നൌപോറ, ഹാദിപ്പോറ, സാഗിപ്പോറ, വാട്ടർഗാം, രാജ്പൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം ഏറ്റുമുട്ടലുകൾ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭീകരരുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെയാണ് ഇത്തവണ കുറവ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സൈന്യം ശക്തമായി തന്നെ അമർച്ച ചെയ്തുകൊണ്ടും തിരിച്ചടിച്ചുകൊണ്ടും മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഭീകരരുടെ എണ്ണത്തിൽ വലിയ തോതിൽ തന്നെയാണ് കുറവുണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ഭീകരർ മേഖലയിൽ സജീവമായി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും അവരെ പിടികൂടാനും അവരെ തുടച്ചു നീക്കാനുമായിട്ടുള്ള എല്ലാത്തരം നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് പ്രാദേശിക ഭീകര സംഘങ്ങളെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തിൽ സൈന്യം ഏറെക്കുറെ തന്നെ വിജയിച്ചു എന്നുള്ളത് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കുന്നത്.